യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വാക്യം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മിൽ ശുദ്ധീകരിക്കുന്നു. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 2-ാം അധ്യായം 1 മുതൽ. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് ഇത് എഴുതുന്നു. ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങൾ പാപം ചെയ്തുകൊണ്ടേയിരിക്കാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. നിങ്ങൾ പാപത്തിൽ ജീവിക്കാതിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പലരും ധരിച്ചിരുന്ന പാപത്തിൽ വീഴാതിരിക്കാനെന്നാണ്. പാപത്തിൽ വീഴാതിരിക്കാനാണെങ്കിൽ ഈ വാക്യത്തിന് അർത്ഥമില്ല. അടുത്ത വാക്യം വായിച്ചേ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവെങ്കിൽ നാം അവനെ അറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ എഴുതിയിരിക്കുന്നത് പറഞ്ഞിട്ട് പാപം ചെയ്തുവെങ്കിലോ എന്ന് പറഞ്ഞ കോൺട്രഡിക്ഷനാണ്. നിങ്ങൾ പാപത്തിൽ ജീവിക്കാതിരിക്കാൻ, പാപത്തിൽ തുടരാതിരിക്കാൻ, പാപം ചെയ്തുകൊണ്ടേയിരിക്കാതിരിക്കാൻ ഞാൻ നിങ്ങളോട് പറയുന്നു. പാപം അഥവാ പാപം വല്ലതും ജീവിതത്തിൽ വന്നുപോയാൽ ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് വേണ്ടി നീതിമാനായ ഒരു കാര്യസ്ഥൻ സ്വർഗത്തിലുണ്ട്. അവന്റെ രക്തം സകല പാപത്തെയും പോക്കി ശുദ്ധീകരിക്കുവാൻ മതിയായതാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപത്തിനും മതിയായതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്ത് സാധിക്കും? ജീവിതത്തിൽ വീഴ്ചകൾ വന്നാലും താഴ്ചകൾ വന്നാലും ആമേൻ, മടങ്ങി വരുവാൻ അവസരം ദൈവം എപ്പോഴും ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ശ്രദ്ധിക്കണം, കുളിച്ചിട്ട് തെളിയിലേക്ക് തിരിഞ്ഞ പന്നി പോലെയും ഛർദ്ദിച്ചിട്ട് അത് ഭക്ഷിക്കുന്ന നായെപ്പോലെയും ആകരുത്. പ്രൈസ് ദി ലോർഡ്. എന്ന് പറഞ്ഞാൽ നീ വിട്ട മാർഗം അറിഞ്ഞുകൊണ്ട് തിരിച്ചെടുക്കരുത്. നീ വിട്ട സാധനം അറിഞ്ഞുകൊണ്ട് ഭക്ഷിക്കരുത്. നീ ഉപേക്ഷിച്ച സാധനം അറിഞ്ഞുകൊണ്ട് എടുക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇനി അബദ്ധം പറ്റിപ്പോയാൽ നിനക്ക് വേണ്ടി നീതിമാനായ ഒരു കാര്യസ്ഥൻ വാഴുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാനായിട്ട് കർത്താവ് നമ്മെ വിളിച്ച്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മെ നല്ലൊലിവോട് ചേർത്ത് ഒട്ടിച്ച് നല്ല ഒലിവിന്റെ നല്ല വേരിന്റെ പങ്കാളികളാകാൻ അധികാരം തന്നിട്ടും കാട്ടുമുന്തിരിങ്ങ കാച്ചാൽ, കാട്ടൊലിവ് കായ്ച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിന്റെ കാരണം എന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. വീട്ടിൽ ബഡ് റോസ് മേടിച്ചിട്ടുള്ളവർക്ക് അത് മനസ്സിലാവും. ഈ ബഡ് റോസ് പിടിപ്പിക്കുന്നത് കാട്ട് റോസേല. ഈ കാട്ട് റോസിന്റെ പ്രൈസ് ദി ലോർഡ് സ്റ്റെം അങ്ങനെ നിൽക്കുന്നുണ്ട്. അതൊന്നും ബഡ് റോസ് പിടിപ്പിച്ചത്. പക്ഷെ കടയ്ക്ക് എന്തെന്നറിയാമോ? ഈ ബഡ് റോസിന്റെ കൊമ്പ് വരുന്ന കൂട്ടത്തിൽ തന്നെ പഴയ കാട്ട് റോസിന്റെ കൊമ്പും വരും. പ്രൈസ് ദി ലോർഡ്. തിരിച്ചറിയാത്തവരെന്നാന്നറിയാമോ? ഓ, എൻ്റെ ചെടി എന്ത് വേഗത്തിലാണ് വളരുന്നതെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, ഈ രണ്ടാമത് പറഞ്ഞ സാധനം മറ്റതിനെ ഓവർടേക്ക് ചെയ്ത് വളരുന്ന ടൈപ്പാണ്. നല്ല ആരോഗ്യം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കൊച്ചമ്മയ്ക്ക് ഒന്നുകൂടെ സന്തോഷമായി. എന്താ മറ്റുള്ളവൻ്റെ ഒക്കെ മുന്നേ പൊങ്ങി പൊങ്ങി വരുന്നുള്ളൂ, എൻ്റെ ഇത്രയായി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ കുറെ കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഈ ഓവർടേക്ക് ചെയ്യുന്ന സാധനത്തിൽ പൂ പോയിട്ടൊരു മൊട്ട് പോലും ഉണ്ടാകുന്നില്ല. ഇവൻ പൊങ്ങി വന്നതുകൊണ്ട് മറ്റതിന് കിട്ടുന്ന വളമൊക്കെ ഇത് വലിച്ചെടുത്ത് മറ്റതൊരുമാതിരി അരോചകം പിടിച്ച പോലെ നിൽക്കുക. എന്നാൽ ബുദ്ധിയുള്ളവര്, വിവരമുള്ളവര് ഈ കാട്ടുറോസിന്റെ കൊമ്പ് വരുന്നത് കാണുമ്പോൾ മുളയിൽ വെച്ച് എന്ത് ചെയ്യും? അതുകൊണ്ട് ദൂരക്കളയും. ദൈവവൈതലേ, നിന്റെ പഴയ കാലത്തുള്ള ചില മുളകൾ അസ്ഥാനത്തും സ്ഥാനത്തും പൊട്ടി വെളിയിൽ വരുമ്പോൾ അത് വളരാൻ അനുവദിക്കാതെ അതിന്റെ മുളയിൽ തന്നെ അത് നുള്ളി ദൂരെ എറിയുന്ന ഒരു സ്വഭാവമുള്ള ദൈവമക്കൾക്ക് മാത്രമേ വിശുദ്ധ ജീവിതം സാധിക്കത്തുള്ളൂ. വളരാൻ അനുവദിക്കരുത്. കാരണം ഞാനോ ജഡമയൻ. ഈ ജഡം മണ്ണിനെടുത്തതാണ്. ഇത് മണ്ണിലിരിക്കുന്നിടത്തോളം കാലം ഈ മണ്ണിന്റെ സ്വഭാവം കാണിക്കും. നിന്നെ മണ്ണിലോട്ട് താഴോട്ട് വലിക്കും. നീ എത്ര വിചാരിച്ചാലും ഈ ശരീരം നിന്നെ ആകർഷിച്ച് വശീകരിച്ച് വീണ്ടും പാപത്തിലേക്ക് കൊണ്ടുപോകും. എന്തിനാണെന്നറിയാമോ? ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിന്റെ ആത്മീയത്തെ തകർക്കുന്ന അവന് ശരീരത്തിൽ നിന്ന് വെളിയിൽ വരുന്ന വിഷയങ്ങളെ കൈകാര്യം ചെയ്യണം. എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം കറക്റ്റായിട്ട് പോകും.
പുള്ളിയുടെ ഒരവയവം മാത്രം മരുങ്ങുകയില്ല, അത് ഒടുക്കം പുള്ളി നശിപ്പിക്കുകയും ചെയ്യും. ഏതാ അവയവം എന്നറിയാമോ? നാക്ക്. വായിക്കാം യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരും എന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. ഈ നാക്ക് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചോണം. ഇത് മറ്റുള്ളവന്റെ കുറ്റം കണ്ടുപിടിക്കാൻ, മറ്റുള്ളവൻ എന്ത് ചെയ്യണമെന്ന് പറയാൻ, മറ്റുള്ളവൻ എങ്ങനെയായിരിക്കണമെന്ന് പറയാൻ, മറ്റുള്ളവനെ ഉപദേശിക്കാൻ വളയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോണം, നിനക്ക് അധികം ശിക്ഷാവിധി വരാൻ സാധ്യതയുണ്ട്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒത്തിരി ഗതികേട് വരുന്ന ആർക്കാണെന്നറിയാമോ? കൂടുതലും ഒത്തിരി ഉപദേശിക്കുന്ന പാർട്ടികൾക്കാണ്. എങ്ങനെ ഉപദേശിക്കുന്നവര്? അവനവന്റെ ജീവിതത്തിൽ ഇതിന്റെ പ്രസക്തി കാണാതെ ഉപദേശിക്കുന്നവര്. ഒരിക്കലും ചെയ്യല്ലേ. നിന്റെ ജീവിതത്തിൽ പകർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ആ വിഷയം പിന്നെ ഉപദേശിക്കാം. പകർത്തിയിട്ട് ഉപദേശിച്ചാൽ മതിയെന്നേ. നിനക്ക് പറ്റാത്തത് വേറൊരുത്തന്റെ തലയിൽ കെട്ടിവെക്കല്ലേ. നീ പരാജയപ്പെട്ടത് വേറൊരുത്തനെ പഠിപ്പിക്കാൻ പോകല്ലേ. നീ പാസ്സായിട്ട് പഠിപ്പിക്ക്. 1-ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ 1-ാം ക്ലാസ്സിൽ തോറ്റവനെ വിട്ടാലോ? 10-ാം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ 10-ാം ക്ലാസ് പാസ്സാവാത്തവനെ വിട്ടാലോ? നീ ജയിച്ചതേ നിനക്ക് പഠിപ്പിക്കാൻ പറ്റൂ. മാത്രമല്ല, പഠിപ്പിക്കണമെങ്കിൽ, പഠിക്കാനല്ല, പഠിപ്പിക്കണമെങ്കിൽ, 10-ാം ക്ലാസ്സിൽ പഠിപ്പിക്കണമെങ്കിൽ 10-ാം ക്ലാസ് പാസ്സായാൽ മതിയോ? കുറച്ചുകൂടെ പാസ്സാവണം. മനസ്സിലായോ? ഡിഗ്രി പഠിപ്പിക്കണമെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം. പോസ്റ്റ് ഗ്രാജുവേഷനെ പഠിപ്പിക്കണമെങ്കിൽ ഡോക്ടറേറ്റ് വേണം. അപ്പൊ നീ പഠിപ്പിക്കാൻ ഇറങ്ങുന്നതിൽ ഒരു കാര്യം മനസ്സിലാവണം, നീ കുറച്ചും കൂടെ പഠിച്ചേച്ചും വേണം പഠിപ്പിക്കാൻ വരാൻ. ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാരാകരുത്. ഉപദേഷ്ടാക്കന്മാരാകരുത്. അടുത്തത്, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. നാം എല്ലാവരും പലതിൽ തെറ്റിപ്പോകുന്നു. ആ വാക്യം വായിക്കുമ്പോഴാണ് ഒരു സന്തോഷം. കാരണം ഇത് സാധാരണ വന്നേ. എനിക്ക് മാത്രമുള്ള രോഗമല്ല, മിക്കവാർക്കും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിചാരിച്ചത് എൻ്റെ മാത്രം കുഴപ്പമെന്ന. ശരിയാവൂ? പ്രൈസ് ദി ലോർഡ്. നരകത്തിൽ പോകുന്ന കാര്യത്തിൽ പാപം പറയുമ്പോൾ നരകമാണല്ലോ എളുപ്പം മനസ്സിലാക്കാൻ. നരകത്തിൽ പോകുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല എന്നത് നമുക്ക് സമാധാനം തരുമോ? നരകത്തിൽ പോകാൻ പോകുന്നത് ഒറ്റയ്ക്കല്ല, എൻ്റെ സഭക്കാർ മുഴുവനും ഉണ്ട് കേട്ടോ. ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങളെല്ലാം കൂടെ പോകാൻ പോകുന്നത്. സന്തോഷം തരുമോ? തരികയില്ല. പ്രൈസ് ഗോഡ്. എല്ലാവരും തെറ്റിപ്പോകുന്നു. കൂട്ടത്തിൽ ഞാനുമെന്ന് വിചാരിക്കുന്നത് സന്തോഷം സമാധാനം തരികയില്ല. എല്ലാവരും ഒഴുക്കിനൊത്ത് നീങ്ങുമ്പോൾ 5 അടിയെ പോയുള്ളെങ്കിലും ഒഴുക്കിനെതിരെ കൃപ പ്രാപിച്ച് നീന്താൻ സാധിച്ചാൽ അത് നിനക്ക് പ്രാഗൽഭ്യം തരും, അത് നിനക്ക് സന്തോഷം തരും, അത് നിനക്ക് സമാധാനം തരും. അത് വിജയകരമായൊരു നീന്തലാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ സന്തോഷം സമാധാനമൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്തോണം? കൂട്ടയോട്ടം ഓടാൻ നിൽക്കല്ലേ. ദൈവവചനം അനുസരിച്ച് ഓടണം. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകർ, ബിരുദ പ്രാപിക്കുന്നവൻ ആമേൻ ഒരുവനല്ലയോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കണം, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഹല്ലേലൂയ. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ പ്രായമനുസരിച്ച് ഇത് 3ഉം കൂടെ ഒന്നിച്ച് ആക്ട് ചെയ്യുമെങ്കിലും പ്രായമനുസരിച്ച് ഇത് ഈ ക്രമത്തിലാണ് ആക്ട് ചെയ്യുന്നത്. ഹല്ലേലൂയ. ജഡമോഹം, തീറ്റ. ചെറുപ്പത്തില് ഒരു പ്രായം വരെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്തുവാ? തീറ്റയാ. ആർക്കും കൊടുക്കാതിരുന്ന് അമക്കി വെച്ച് തിന്നും. പ്രൈസ് ദി ലോർഡ്. വയറ് നിറഞ്ഞാൽ എന്ത് ചെയ്യും? കൊണ്ട് പാത്ത് വെച്ച് പിന്നെ എടുത്ത് തിന്നും. പ്രൈസ്. ആദ്യത്തെ സ്റ്റേജ് എന്തുവാ? ജഡമോഹം. ദൈവത്തിൻ്റെ തന്നേക്കാന്നിരിക്കുന്നത് വളരാൻ വേണ്ടി ആയിരിക്കാം, എനിക്കറിയത്തില്ല. ചെറുപ്പത്തിന് ഞാൻ ആലോചിക്കും, പ്രായത്തിലൊക്കെ വല്ല കല്യാണത്തിന് പോകുമ്പം വിളമ്പുന്നവൻ കുറച്ച് വിളമ്പുന്നവനാണെങ്കിൽ ഇരുന്ന് പ്രാകും, പിന്നെ എന്തൊരു പാർട്ടിയാടാന്ന് തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ആദ്യകാലത്ത് ജഡമോഹം, പിന്നെ ഒരു ടീനേജൊക്കെ ആയിക്കഴിഞ്ഞാൽ കൺമോഹം. പ്രൈസ് ദി ലോർഡ്. ഇത് രണ്ടും കടക്കാം വിധിയുണ്ടെങ്കിൽ. പിന്നത്തെ പരിപാടി എന്തുവാ? ജീവനത്തിന്റെ പ്രതാപം. കാലാകാലങ്ങളിൽ നിന്റെ പ്രായമനുസരിച്ച് ഇത് 3 നിന്നെ വന്ന് മുട്ടി വിളിക്കുമ്പോൾ ഹല്ലേലൂയ. ഇപ്പം വയസ്സ് 45, 50 ഒക്കെ ആയി. ജഡമോഹവും ഇല്ല, കൺമോഹവും ഇല്ല. ഇപ്പം പുള്ളിക്ക് എല്ലാത്തിനും ഏറ്റവും നമ്പർ 1 ആവണമെന്നാ, എവിടെയും പേരെടുക്കണമെന്നാ. എൻ്റെ പേര് വായിച്ചില്ലെങ്കിൽ തല്ലിക്കൊല്ലുമെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്.
പ്രായമായി കഴിയുമ്പോൾ ഈ ഒരു രോഗം അങ്ങ് കയറും. അതുവരെ വലിയ കുഴപ്പമില്ലായിരുന്നു ഈ പുള്ളിയെ കൊണ്ട്. ഇച്ചിരി പ്രായമായി കഴിഞ്ഞാൽ പിന്നെ ജീവനത്തിൻ്റെ പ്രതാപം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത് മൂന്നും കൂടെ ആക്ട് ചെയ്യുമെങ്കിലും ഈ പ്രായം അനുസരിച്ച് ഇത് മൂന്ന് ഘട്ടമായിട്ട് മനുഷ്യനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്നപോലെ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ഒരു സ്ഥാനവും മാനവും കിട്ടിയില്ലെങ്കിലും ഞാനൊരു ദൈവത്തിലായിട്ട് ഇത് അവസാനിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇത് ഒരാൾ വിചാരിച്ചാൽ പിന്നെ ചിലയിടത്ത് ഭർത്താവ് വിചാരിക്കും, പക്ഷെ ഭാര്യ സമ്മതിക്കില്ല. ഇത് ഞാൻ എന്തൊരു മണ്ടനാ, എന്തുവാടോ ഇത്, എങ്ങനെയാ ഇത്, മറ്റവൻ കയറുന്ന കണ്ടില്ല, അടിച്ച് കയറുന്ന കണ്ടില്ല, തന്നെ എന്തിനു കൊള്ളാം. ദാവീദിന് അങ്ങനെ ഒരു മീകളുണ്ടായിരുന്നു, അതുപോലത്തെ ഒരു ഭാര്യ കിട്ടിയത് നിന്റെ കഷ്ടകാലം. പ്രൈസ് ദി ലോർഡ്. മീകളെന്താ പറഞ്ഞേ? യഹോവയുടെ പെട്ടകം യെരൂശലേമിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ പെട്ടകത്തിന്റെ മുമ്പിൽ രാജകീയ വസ്ത്രമൂരി വെച്ച് നൃത്തം ചെയ്ത്, കുതിച്ച് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുന്ന ദാവീദിനെ മീഖള് കിളിവാതിലിൽ കൂടെ നോക്കി. ഒരു കാര്യം എനിക്ക്, ഈ ആരാധനയ്ക്ക് പോകുമ്പോൾ കിളിവാതിലിൻ്റെ അകത്തൂടെ നോക്കാൻ വീട്ടിയിരിക്കുന്ന പെണ്ണമ്പിള്ള ശരിയല്ല. എടാ, ഞാൻ ആലോചിക്കുന്നത്, രാജകുമാരി ആയാലും ഏത് കുമാരി ആയാലും യഹോവയുടെ പെട്ടകം കൊണ്ടുവരുമ്പോൾ ഇവിടെ വീട്ടിലിരിക്കാമോ? പ്രൈസ് ദി ലോർഡ്. അന്ന് ചാടി പുറത്തിറങ്ങി ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, ദൈവസന്നിധിയിൽ നൃത്തം ചെയ്ത് ആരാധിച്ച് ഈ പെട്ടകം കൊണ്ടുവരേണ്ടതിന് പകരം ദൈവത്തെ നൃത്തം ചെയ്ത് ആരാധിക്കുന്ന ദാവീദിനെ കുറ്റം പറയാനാണ് ഇവിടെ അകത്തിരുന്നത്. പ്രൈസ്. പക്ഷെ കുഴപ്പമെന്നറിയാമോ? മീഖളിന് ജീവപര്യന്തം ഒരു കുട്ടി ഉണ്ടായില്ല. മീഖളെ, നാശത്തിലേക്കാണ് നീ പോകുന്നത്. ഭർത്താക്കന്മാർക്ക് നന്മയുടെ പൊരുൾ തിരിച്ചു കൊടുക്കേണ്ടതിന് പകരം ഭർത്താക്കന്മാർക്ക് കുനിട്ടുബുദ്ധി ഉപദേശിച്ചു കൊടുക്കുന്ന വല്ല ഭാര്യമാര് തന്നെ തിരുപ്പുണ്ടെങ്കിൽ നീ ഇസബേലാണ്. പ്രൈസ് ദി ലോർഡ്. ഇസബേല. 1 രാജാക്കന്മാർ 21 അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അതിന്റെ ശേഷം സംഭവിച്ചത്, ഇസ്രായേലിനായ നാബോത്തിന് ഇസ്രായേലിൽ ശമരിയ രാജാവായ ആഹാബിന്റെ അരമനയുടെ സമീപത്ത് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആഹാബിന്റെ അരമനയുടെ സമീപത്ത് ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. വായിച്ചു. ആഹാബ് നാബോത്തിനോട്, നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് ചീരത്തോട്ടമാക്കുവാൻ തരണം. അത് എന്റെ അരമനയ്ക്ക് സമീപമല്ലോ. അതിനു പകരം ഞാൻ അതിനേക്കാൾ വിശേഷമായൊരു മുന്തിരിത്തോട്ടം നിനക്ക് തരാം. അല്ല, നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ അതിന്റെ വില നിനക്ക് പണമായിട്ട് തരാം എന്ന് പറഞ്ഞു. നാബോത്ത് ആഹാബിനോട്, ഞാൻ എന്റെ പിതാക്കന്മാരുടെ അവകാശം നിനക്ക് തരുവാൻ യഹോവ സംഗതി വരുത്തരുതേ എന്ന് പറഞ്ഞു. ഇസ്രായേലിനായ നാബോത്ത്, എന്റെ പിതാക്കന്മാരുടെ അവകാശം ഞാൻ നിനക്ക് തരികയില്ല എന്ന് തന്നോട് പറഞ്ഞ വാക്ക് നിമിത്തം ആഹാബ് വ്യസനവും നീരസവും പൂണ്ട് തന്റെ അരമനയിലേക്ക് ചെന്നു. ആഹാബിന് നാബോത്ത് എന്റെ പിതാക്കന്മാരുടെ അവകാശം തരത്തില്ല എന്ന് പറഞ്ഞപ്പോൾ 2 കാര്യമുണ്ടായി. 1 വ്യസനം, 2 നീരസവും. ഇതങ്ങോട്ട് പൂണ്ട് കഴിഞ്ഞപ്പോൾ വായിച്ചേ, തന്റെ അരമനയിലേക്ക് ചെന്നു. ഭക്ഷണമൊന്നും കഴിക്കാതെ കട്ടിൽമേൽ മുഖം തിരിച്ചു കിടന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ കൂടുതലുണ്ടായത് എന്തുവാ? വ്യസനമാണോ നീരസമാണോ കൂടുതലുണ്ടായത്? നീരസമല്ല. നീരസമാണെങ്കിൽ ഭക്ഷണം കഴിക്കാതെ തിരിഞ്ഞു കിടക്കൂ. വ്യസനമാ കൂടുതലുണ്ടായത്. നീരസവും ഉണ്ടായി, വ്യസനവും ഉണ്ടായി. പക്ഷെ വ്യസനം വന്നത് കൂടുതലാണ്. നീരസം എന്ന് പറഞ്ഞാൽ അതിന് ഒരു അവന് ഹി ബിക്കം ആംഗ്രി എന്നാ. ആംഗ്രി ആകുമ്പോൾ പോയി കട്ടിലെ തിരിഞ്ഞു കിടക്കുകയാണോ പിള്ളേർ ചെയ്യുന്നത്? കലനെല്ല് പൊട്ടിക്കാന്നോ? അപ്പൊ ഇവൻ ആംഗ്രി ആയതിനേക്കാൾ കൂടുതൽ ഇവന് ആഗ്നിയാ വന്നത്. ഹി ബിക്കം ആഗ്നി. ഇവന് ആഗ്നിയാ ഉണ്ടായത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവന് വ്യസനവും നീരസവും ഉണ്ടായി. അപ്പൊ വ്യസനത്തിന്റെ കൂടുതൽ കൊണ്ട് പുള്ളി റൂമിൽ ചെന്ന് മുഖം തിരിച്ചു കിടന്നു. അടുത്ത വാക്യം. അപ്പോൾ അവന്റെ ഭാര്യ ഇസബേൽ, ഇന്നെന്നാ ഭക്ഷണം കഴിക്കാതെ കിടക്കുന്ന ഇസബേൽ ഒന്ന് ചോദിക്കുക. വായിച്ചേ. അവന്റെ അടുക്കൽ വന്ന് ഭക്ഷണമൊന്നും കഴിക്കാതെ ഇത്ര വ്യസനിച്ചിരിക്കുന്നത് എന്ത് എന്ന് അവനോട് ചോദിച്ചു. അപ്പൊ ഏതാ കൂടുതലുണ്ടായത്? വ്യസനമല്ലേ? ഭക്ഷണം ഒന്നും കഴിക്കാതെ ഇത്ര വ്യസനിച്ചിരിക്കുന്നത് എന്ത്? ഭാര്യയ്ക്ക് ഭയങ്കര സ്നേഹമാണ് ഭർത്താവിനോട്. പക്ഷേ ഭർത്താവിനെ കൊലയ്ക്ക് കൊടുക്കുന്ന ഭാര്യ കേട്ടോ. വായിച്ചു.
അവൻ അവളോട്, ഞാൻ ഇസ്രായേലിനായ നാബോത്തിനോട് നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് വിലയ്ക്ക് തരേണം, അല്ല നിനക്ക് സമ്മതമെങ്കിൽ അതിനു പകരം വേറെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരാമെന്ന് പറഞ്ഞു. എന്നാൽ അവൻ, ഞാൻ എന്റെ മുന്തിരിത്തോട്ടം നിനക്ക് തരികയില്ല എന്ന് പറഞ്ഞതുകൊണ്ടത്രേ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, അവന്റെ ഭാര്യ ഇസബേൽ അവനോട്, അവന്റെ ഭാര്യ ഇസബേൽ, പേരടക്കം പറഞ്ഞേക്കുന്ന ആള് മാറിപ്പോകാതിരിക്കാനാ. അവന്റെ ഭാര്യ ഇസബേൽ അവനോട്, നീ ഇന്ന് ഇസ്രായേലിൽ രാജ്യഭാരം വഹിക്കുന്നു കൊണ്ട് എന്തിനു കൊള്ളാടോ എന്നർത്ഥം. അടുത്തത്, എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കാം, പോയി ഭക്ഷണം കഴിക്കും മനുഷ്യ, പിന്നെ നിന്റെ മനസ്സ് തെളിയട്ടെ, നിന്റെ മനസ്സ് തെളിയട്ടെ. ഇസ്രായേലിനായ നാബോത്തിന്റെ മുന്തിരിത്തോട്ടം ഞാൻ നിനക്ക് തരും, ഞാൻ നിനക്ക് തരും. ആരാ തന്റെ അടി? ആരാ തന്റെ അടി? തന്റെ ഇടമുള്ളതൊക്കെ ഇസബേല. ഭർത്താവിനേക്കാൾ തന്റെ ഇടമുണ്ടോ ഇസബേല? പ്രൈസ്. ഇങ്ങനെ വെറും പാവം. ആമേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? പറഞ്ഞു, അച്ചായൻ മഹാപാവമാ, പക്ഷെ പുള്ളിക്കാരി ഉണ്ടല്ലോ. അച്ചായൻ ഒറ്റയ്ക്കാണെങ്കിൽ എന്തിരുന്നില്ല അച്ചായനെന്നറിയാമോ? പുള്ളിക്കാരി പരിസരത്തെങ്ങാനും ഉണ്ടെങ്കിൽ അച്ചായൻ പിന്നെ അച്ചായനല്ല, പേടിച്ച് മൂത്രമൊഴിച്ചാൽ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ചില കണ്ടല്ലോ, ഒറ്റയ്ക്കാണെങ്കിൽ എത്ര മധുരമുള്ളവരാ, എത്ര നല്ലവരാ, എത്ര ജെന്റിലാ. പക്ഷെ ചിലപ്പോൾ ഇവർ മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നതാണ്. എന്നാന്നറിയാം മസിൽ പിടിച്ചിരിക്കുന്ന ആരെ കണ്ടിട്ടാ? അച്ചായത്തി വട്ടത്തെങ്ങാനും ഉണ്ട്. അച്ചായത്തി കൂടെ ഇല്ലെങ്കിൽ വർത്തമാനം പറയാനൊരു കുഴപ്പമില്ല, സംസാരിക്കാനൊരു കുഴപ്പമില്ല, നേരം പോയാലും ഒരു കുഴപ്പമില്ല, ആരാധന കഴിഞ്ഞിട്ട് 2 മണിയായാലും 3 മണിയായാലും 4 മണി ഒരു കുഴപ്പവുമില്ല. പക്ഷെ ആശീർവാദം പറഞ്ഞ ഉടനെ വണ്ടി കയറിയിരിക്കുന്ന എന്താണെന്നറിയാമോ? അച്ചായത്തെ പേടിച്ച്. അച്ചായത്തി വരുമ്പോഴത്തേക്ക് ഇയാൾ കയറിയില്ലേ തല്ലുകൊള്ളും. മനസ്സിലായോ? അച്ചായത്തി എങ്ങാനും ചെല്ലുമ്പോൾ വാറ് തുറന്നിട്ടില്ലെങ്കിൽ പോക്ക. എന്തിനെങ്ങനെ ജീവിക്കുന്നത്? പ്രൈസ് ഗോഡ്. ഒരു ദിവസം ജീവിച്ചുള്ളെങ്കിലും നട്ടല്ലോടെ ജീവിച്ചൂടെ? ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആളുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അച്ചായന്മാരെ മൊത്തം കിട്ടിയപ്പോൾ പറഞ്ഞതാണ്. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇസബേലേ, നിന്റെ രക്തം നായ്ക്കൾ നക്കുമെന്ന് പ്രൈസ് പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. ഭർത്താക്കന്മാർക്ക് പൊരുൾ തിരിച്ചു കൊടുത്ത്, പോര് തിരിച്ചു കൊടുത്ത് അവരെ കൊണ്ട് പോരടിപ്പിക്കുന്ന ഭാര്യമാര് ഇസബേലാണ്. ആമേൻ. എന്ത് പറ്റുന്നറിയാമോ? ആമേൻ. ഭർത്താക്കന്മാർ വെളിയിലായിരിക്കുമ്പോൾ നെഞ്ചത്ത് അസ്ത്രം തറയ്ക്കും, തീർന്നു പോകും. നീ ആമേൻ തലകുത്തി വീണ് തകർന്നു പോകും. പകൽക്കാലം പ്രൈസ് ദി ലോർഡ്. ഭാര്യമാര് ഭർത്താക്കന്മാരെ ആശ്വസിപ്പിക്കുന്നവരായിരിക്കണം. അവർ ചൂടന്മാരാണെങ്കിൽ അവരെ ഒന്നുകൂടെ തണുപ്പിക്കുന്നവരായിരിക്കണം. അവർക്ക് ഒന്നുകൂടെ പ്രൈസ് ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നവരായിരിക്കണം. അവർക്കെതിരായി പ്രൈസ് നിൽക്കുന്ന ശത്രുവിൻ്റെ മുമ്പിലോട്ട് അവരെ ഇട്ടുകൊടുക്കുന്നവരാകല്ലേ. പ്രൈസ് ദി ലോർഡ്. ചിലർക്ക് ബുദ്ധി കൂടുതൽ ഭർത്താവിനേക്കാളും ഭാര്യയ്ക്കാണ്. സമ്മതിച്ചു, പഠിപ്പും കൂടുതലുണ്ടായിരിക്കും, സ്മാർട്ടുമായിരിക്കും, സമ്മതിച്ചു. പക്ഷേ ദൈവവചനത്തിൻ്റെ മുമ്പാകെ നീ താഴെയും ഇവൻ മേളിലുമാണ്. ഇത് മനസ്സിലാക്കിക്കോണം എപ്പോഴും. ഇല്ലെങ്കിൽ കുടുംബം തകരും, കുടുംബജീവിതം തകരും, ആത്മീയം തകരും, സകലതും തകരും. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട, ഏറ്റവും ശ്രദ്ധിക്കേണ്ട അവയവം യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 1 മുതൽ ഒന്ന് വായിക്കാം. സഹോദരന്മാരെ, അധികം ശിക്ഷാവിധി വരുമെന്നറിഞ്ഞ് നിങ്ങളിൽ അനേകർ ഉപദേഷ്ടാക്കന്മാർ ആകരുത്. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാനിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. ആമേൻ. നമ്മള് എന്ത് ചെയ്യണം? സൽഗുണപൂർത്തിയുള്ള പുരുഷനാകണമെങ്കിൽ ഈ സൽഗുണം എന്നുള്ള വാക്ക് നമ്മൾ ഇതിനു മുമ്പ് വായിച്ചത് എവിടെ? 2 തിമോത്തിയോസ് 3:16. ഇനി 2 തിമോത്തിയോസ് 3:16 ഈ വാക്യം കൂടെ ഒന്ന് ചേർത്ത് വെച്ച് ഒന്ന് വായിക്കാമോ? 2 തിമോത്തിയോസ് 3:16 ഒന്ന് വായിച്ച ആദ്യം. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. നീതിയുടെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഇനി മറ്റേ ഭാഗം നോക്കി. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. അവൻ സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. അപ്പൊ സൽഗുണങ്ങൾ പ്രാപിക്കണമെങ്കിൽ മനുഷ്യനെ സൽഗുണങ്ങളിലേക്ക് നടത്തുന്ന വചനം വായിക്കുക മാത്രം പോരാ, വചനം പ്രസംഗിക്കുക മാത്രം പോരാ. വചനം പ്രസംഗിക്കുന്ന അതേ നാവ് മറ്റു ചിലത് പറയാതിരിക്കാൻ സൂക്ഷിക്കണം.
പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, ഒരേ ദ്വാരത്തിൽ നിന്ന് കയ്പും മധുരവും പുറപ്പെടുമോ? നീ ഒരു വായു കൊണ്ട് തന്നെ അനുഗ്രഹിക്കുകയും അതേ വായു കൊണ്ട് തന്നെ ശപിക്കുകയും ചെയ്യുന്നു. ശാപവും അനുഗ്രഹവും ഒരേ വായിൽ നിന്ന് വരുമോ? മനുഷ്യനെ സകല സൽപ്രവൃത്തികൾക്കും തികഞ്ഞവനായി സൽഗുണപൂർത്തിയുള്ളവനാക്കി മാറ്റുന്ന അതേ വചനം നീ പ്രസംഗിച്ചാലും കേട്ടാലും അത് എഴുതിയാലും അത് ഗ്രഹിച്ചാലും അത് ധ്യാനിച്ചാലും ഇത് മുഴുവൻ ഫലമില്ലാത്തതായി തീരുവാൻ നിന്റെ നാവ് മതി. പ്രൈസ് ദി ലോർഡ്. ചിലതുങ്ങൾ ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ എല്ലാം ശരിയാ, പക്ഷെ നാക്കെടുത്താ പോക്ക ചുമ്മാ പോക്ക 100% പോക്ക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങൾ വചനം വായിക്കുന്നവരാണെങ്കിൽ, വചനം ധ്യാനിക്കുന്നവരാണെങ്കിൽ, വചനം പ്രൈസ് ദി ലോർഡ് ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ, വചനം നിങ്ങളിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചോണം. ഒരു ദൈവ പൈതൽ സംസാരിക്കുമ്പോൾ അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ അവൻ എന്ത് ചെയ്യാൻ പാടില്ല? സംസാരിക്കാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. യു ഹാവ് ടു യൂസ് ഓൺലി പാർലമെന്ററി വേർഡ്സ് എന്ന് പറഞ്ഞാൽ 4 പേർക്ക് കേൾക്കാൻ കൊള്ളാവുന്നത്, 4 പേർക്ക് അവൻ രേഖപ്പെടുത്താൻ കൊള്ളാവുന്നത്. ദൈവവചനം പറയുന്നു, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കുകയും നിന്റെ വാക്കുകളാൽ നീ പിടിക്കപ്പെടുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ ഗുണമുണ്ടെന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, വായിന്ന് വീഴുന്നത് ശരിയല്ലെങ്കിൽ ആ ഗുണം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. ചിലർക്കൊരു കുഴപ്പമുണ്ട്. സാധാരണഗതിയിൽ ഇവർ മക്കളെ എന്നൊക്കെ വിളിച്ച് വളരെ നന്നായിട്ടേ പറയത്തുള്ളൂ. പക്ഷെ ദേഷ്യം അങ്ങോട്ട് കയറിയാൽ പിന്നെ വിളി കേട്ട് കഴിഞ്ഞിട്ട് 7 അയലൊക്കെ തടുക്കലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നീ എന്തൊക്കെ വന്നാലും, നീ കൺട്രോൾ വിട്ടുപോയാലും, നീ ഉപയോഗിക്കുന്ന വാക്കുകൾ, അക്കാര്യത്തിൽ ഞാൻ ഒരു കാര്യം പറയാം. ഒരുത്തിന് ഉപയോഗിക്കുന്ന വാക്കുകൾ അവൻ്റെ കുടുംബ മഹിമ അനുസരിച്ചാണ്. അവിടെ തറവാടിത്തം മനസ്സിലാകുന്നത്. നല്ല തറവാട്ടി ജനിച്ച നിങ്ങൾ നല്ല വാക്കേ ഉപയോഗിക്കത്തുള്ളൂ. മറ്റതൊക്കെ ചന്തകളാണെന്നാണ് ഞാൻ പറയുന്നത്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, നമ്മൾ ഹല്ലേലൂയ സ്വർഗീയ തറവാട്ടി ജനിച്ചവരാണ്. അവിടെയാണ് നമ്മുടെ അവകാശം ഇരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ പേരെഴുതിയിരിക്കുന്നത്. അവിടെയാണ് നമ്മുടെ പെർമനന്റ് അഡ്രസ്സ് കിടക്കുന്നത്. 2 തരം അഡ്രസ്സുണ്ട്, ടെമ്പററി അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സും. എത്ര പേർക്ക് ഇനി എൻ്റെ പെർമനന്റ് അഡ്രസ്സ് അവിടെയാ? എൻ്റെ പെർമനന്റ് അഡ്രസ്സ് സ്വർഗത്തിലാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കരങ്ങൾ ദൈവത്തെ സ്തുതിക്കാമോ? നമ്മൾ തറവാട്ടുകാരാണ്. നമുക്ക് അതനുസരിച്ചുള്ള ഭാഷയെ ഉപയോഗിക്കാവൂ. വലിയ സാഹിത്യ ഭാഷ ഒന്നും ഉപയോഗിക്കണ്ട. പണ്ടൊരിക്കൽ ആന വരണ്ട ഓടിയപ്പോൾ അനൗൺസ് ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരുന്ന അവിടുത്തെ മലയാളം മനുഷ്യയായിരുന്നു. ആന വരണ്ട ഓടുക, പുള്ളി മൈക്കടിച്ച് മത്തുപിടിച്ച് മതോന്മത്തനായി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ, നാട്ടുകാരെ നിങ്ങൾക്കുള്ളിൽ ഭീതി വേണ്ട, ഇത്രയും പറയുന്നത് അതിനു മുമ്പ് മൈക്ക് തട്ടിപ്പിച്ചിട്ട് ആന വരണ്ടേക്ക ഓടി മാറിക്കൊള്ളാൻ പറഞ്ഞു. മത്തവും ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ആന ചവിട്ടി നാരണത്തിനെ കൊല്ലും. സാഹിത്യ ഭാഷ ഉപയോഗിക്കണമെന്നല്ല പറഞ്ഞത്. ഉപയോഗിക്കുന്ന ഭാഷ എന്തിനാ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. പക്ഷെ ഉപയോഗിക്കുന്ന ഭാഷ സഭ്യമായിരിക്കണം, സഭയ്ക്കകത്ത് ഉപയോഗിക്കാൻ കൊള്ളാവുന്നതായിരിക്കണം. വചനം പറയുന്നു, നീ ഉപയോഗിക്കുന്ന ഏത് നിസ്സാര വാക്കിനും കണക്ക് കൊടുക്കേണ്ടി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ വീട്ടിൽ പിള്ളേരെ മരക്കഴുത, കാട്ടുകഴുത എന്നൊക്കെ വിളിക്കുന്ന അപ്പന്മാരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്നാളെ ഒരു അപ്പനെ ഒരു കൊച്ചിനെ മരക്കഴുതെന്ന് വിളിച്ചപ്പോൾ അപ്പൻ കൊച്ചു തിരിഞ്ഞ് മരത്തവളയെന്ന് വിളിച്ച അപ്പനെ ചോദിച്ചോ പറയാ, അപ്പൻ്റെ കുടവേറെ കൂടെ കണ്ട. ഇവന് ബുദ്ധിയില്ലാഞ്ഞിട്ടാണ് ഇവൻ മരക്കഴുതെന്ന് വിളിച്ചത്. മറ്റേ അപ്പം കുടവേറുള്ളതുകൊണ്ട് മരത്തവളയായി. പ്രൈസ് ദി ലോർഡ്. മരപ്പെട്ടി എന്നൊക്കെ പിള്ളേരെ വിളിക്കുന്നത്. എങ്ങനെ ശരിയാണ് ജീവിതത്തിൽ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ നാവിൽ തെറ്റാതിരുന്നാൽ, അടുത്ത വാക്യം വായിച്ചേ. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി
സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. പ്രൈസ് ദി ലോർഡ്. വാക്കിൽ തെറ്റാതിരുന്നാൽ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചിലർ പറയും ചിലർ വാക്കൊന്നും ഉപയോഗിക്കത്തില്ല, വാക്കിൽ തെറ്റാതിരുന്നാൽ മതിയല്ലോ. പക്ഷെ എന്ത് ചെയ്യുന്നറിയാമോ, ഒരു മൂളല് മൂളും, 10,000 വാക്കിന്റെ അർത്ഥം കാണും. ഇന്ന് പകൽക്കാലം പ്രൈസ് ദി ലോർഡ് ശുദ്ധ മനസാക്ഷിയിൽ ദൈവകൃപ കൈകാര്യം ചെയ്യുന്നവരായിരിക്കണം. ചില നിങ്ങൾ ഒരു മൂളല് മൂളിയാൽ മതി, 10,000 വാക്കിന്റെ അർത്ഥമാണ്. ഇന്ന് പകൽക്കാലം പ്രൈസ് ഗോഡ് നീ ഒരു നിഷ്കളങ്ക മനസാക്ഷിയോടെ, നിർമ്മല മനസാക്ഷിയോടെ ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയവളാണ്, ഇറങ്ങിയവനാണ്, മറന്നുപോകല്ലേ. പ്രൈസ് ദി ലോർഡ്. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ, വായിച്ചോ, ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. കുതിരയെ അധീനമാക്കുവാൻ വായിൽ കടിഞ്ഞാണിട്ട് അതിന് ശരീരം മുഴുവനും തിരിക്കുന്നുവല്ലോ. കപ്പലും എത്ര വലിയതായാലും കൊടുങ്കാറ്റടിച്ച് ഓടുന്നതായാലും അമരക്കാരൻ ഏറ്റവും ചെറിയ ചുക്കാൻ കൊണ്ട് തനിക്ക് ബോധിച്ച ദിക്കിലേക്ക് തിരിക്കുന്നു. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും വളരെ വമ്പു പറയുന്നു. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഉദാഹരണമായിട്ട് 2 കാര്യം എടുത്തു പറയുകയാണ്. 1 കുതിര, 2 കപ്പല്. പ്രൈസ് ദി ലോർഡ്. കുതിര എക്കാലത്തും ശക്തിയുടെ പ്രതീകമാണ്. ഈ നാനോ ടെക്നോളജിയുടെ യുഗത്തിലും ശക്തി അളക്കുന്നത് ഹോഴ്സ് പവറില്ല, കുതിരശക്തിയില്ല. എക്കാലത്തും കുതിര ശക്തിയുടെ പ്രതീകമാണ്. യാക്കോബ് പറയുന്നു, എത്ര ശക്തിയുള്ള കുതിരയാണെങ്കിലും അതിൻ്റെ ചെറിയൊരു കടിഞ്ഞാൺ കൊണ്ട് അതിനെ നിയന്ത്രിക്കുന്നു. ഇന്ന് പൽക്കാലം ചോദിക്കട്ടെ, നിങ്ങളുടെ വീട്ടിൽ ആമേൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ നാക്കിനെ നിയന്ത്രിക്കാൻ ഒരു കടിഞ്ഞാൺ നിന്റെ കയ്യിലുണ്ടോ? ഭാര്യ കിടന്ന് ബഹളം വയ്ക്കുമ്പോൾ ഭർത്താവ് വിചാരിച്ചാൽ ആ ബഹളം വയ്ക്കല് നിർത്താൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? മിണ്ടല്ലേ എന്ന് പറഞ്ഞാൽ, വേറൊന്നും പറഞ്ഞ മിണ്ടല്ലേ എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുന്ന ഒരു ഭാര്യയാണോ? മക്കൾ ചിലയ്ക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ മക്കളോട് മിണ്ടരുത് എന്ന് പറഞ്ഞാൽ ആ നിമിഷം മിണ്ടാതിരിക്കുന്ന മക്കളാണോ? പ്രൈസ് ദി ലോർഡ്. ഇടി നാട്ടുകാർ കേൾക്കും, പതുക്കെ പറ എന്ന് പറഞ്ഞാൽ കേൾക്കട്ടെ, ഒന്നുകൂടെ ഒച്ച കൂട്ടും. വേണമെങ്കിൽ മുറ്റത്ത് ചാടി ഇറങ്ങുന്ന അവിടെ നിന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ഒരു കുടുംബത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ഒരുത്തൻ കിടന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയാൽ, ഒരുത്തി കിടന്ന് ബഹളം ഉണ്ടാക്കാൻ തുടങ്ങിയാൽ ഒരു ചെറിയ കടിഞ്ഞാൺ കൊണ്ട് ആ ബഹളം നിർത്താൻ ഒരു കുടുംബത്തിൽ സാധിച്ചാൽ ആ കുടുംബം സമാധാനമുള്ള കുടുംബമാണ്. ചില കുടുംബങ്ങൾ തകരുന്നതിൻ്റെ പുറകിൽ ഈ ചെറിയ അവയവമായ നാവിന് കടിഞ്ഞാണിടാൻ കഴിയാതെ പോയതുകൊണ്ടാണ്. പറഞ്ഞ് മൂത്ത് ഒടുക്കം അവൻ ഒരു നിമിഷം കഴിയുമ്പോൾ സമനില തെറ്റുമ്പോഴാണ് വാക്കത്തിയും കോടാലിയും എടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പേര് ഈ കാലഘട്ടത്തിൽ ദൈവമക്കളെ എന്തുകൊണ്ട് കൊലപാതകം നടക്കുന്നില്ലെന്ന് വിചാരിച്ചാൽ അവരങ്ങ് ക്ഷമിക്കുക. ഞാനിത് പറയുമ്പോൾ ഇവിടെ ഇരിപ്പുണ്ട് ആ സൈസ്, ഒതുക്കാൻ പറ്റുകയില്ല. നിർത്തടി എന്ന് പറഞ്ഞാൽ നിർത്തടാന്ന് പറഞ്ഞാൽ നിർത്തത്തില്ല. ഈ മാനസാന്തരത്തിന്റെ ക്ലാസ് കഴിയുമ്പോഴെങ്കിലും ഒരു തീരുമാനമെടുത്തോണം, കർത്താവേ ഞാൻ എൻ്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. പറഞ്ഞ് കയറിയവനാരും എത്തിയിട്ടില്ല കേട്ടോ. എന്നാൽ പറയാതെ ക്ഷമിച്ചവനെല്ലാം ഉയർത്തപ്പെട്ടിട്ടുണ്ട്. അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരത്തിൻ്റെ കീഴങ്ങ് താണിരുന്നു കൊടുക്ക്. പറഞ്ഞ് ജയിക്കാൻ നോക്കല്ലേ, ജയിക്കത്തില്ല, തകരത്തേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എത്ര ക്ലാസ് കേട്ടാലും മാറ്റം വരത്തില്ലെങ്കിൽ ഒരു രക്ഷയുമില്ല. എന്നാൽ ഇന്നെങ്കിലും മക്കളായിട്ടുള്ളവർ തീരുമാനിക്കണം, ഞാൻ എൻ്റെ അമ്മ പറഞ്ഞാൽ അപ്പം നിർത്തും, അപ്പം പറഞ്ഞാൽ അപ്പം നിർത്തും, എൻ്റെ മൂത്ത സഹോദരൻ പറഞ്ഞാൽ അപ്പം നിർത്തും, പിന്നെ ഞാൻ ശബ്ദിക്കത്തില്ല. ഭാര്യമാർ പറയണം, എൻ്റെ ഭർത്താവ് സ്റ്റോപ്പ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അപ്പം നിർത്തും.
വിശ്വാസികൾ പറയണം, ദൈവദാസൻ നിർത്ത് എന്ന് പറഞ്ഞാൽ അപ്പം നിർത്തും. ഇത് പകൽക്കാലം ഞാൻ പറയട്ടെ, നിന്റെ വായിക്കുള്ള കടിഞ്ഞാൺ നഷ്ടമാകരുത്. നഷ്ടമായാൽ നാവ് ചെറിയ അവയവമെങ്കിലും അത് ജീവചക്രത്തിന് തീ കത്തിക്കും. പ്രൈസ് ദി ലോർഡ്. കപ്പല് എത്ര വലുതാണെങ്കിലും ഒരു ചെറിയ ചുക്കാൻ കൊണ്ട് അതിനെ നിയന്ത്രിക്കുന്നു. എത്ര വലിയ മഹാനാണ്, മഹതിയാണെന്ന് പറഞ്ഞാലും നാക്കിനെ നിയന്ത്രിക്കാനുള്ളൊരു സംവിധാനം വീട്ടിനകത്ത് വേണം. നാട്ടിൽ എവിടെ പോയാലും വേണം, ജോലിസ്ഥലത്ത് വേണം, സഭയിൽ വേണം. നാക്കിനെ നിയന്ത്രിക്കാനൊരു സംവിധാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തോന്നുന്നത് മുഴുവൻ കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന അനുഭവത്തിൽ എത്തരുത്. കണക്ക് കൂട്ടി മനസ്സിലാക്കി അറിഞ്ഞ് സമാധാനമുണ്ടാക്കുവാൻ സംസാരിക്കുന്നവര് അവരാണ് ദൈവമക്കൾ. ഏതെങ്കിലും ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ സമാധാനമാക്കുന്നതിന് പകരം അത് കുത്തിപ്പൊക്കി നാട് മുഴുവൻ പാട്ടാക്കി സ്വസ്ഥത നശിപ്പിച്ച് സമാധാനം നശിപ്പിച്ച് നരകം ഭൂമിയിൽ സൃഷ്ടിക്കുന്ന, കുട്ടി നരകം ഭൂമിയിൽ സൃഷ്ടിക്കുന്ന വിശ്വാസിയെ നീ പിശാചിന്റെ സാത്താന്റെ ഏജന്റാണ്, ദൈവവേദനല്ല. പ്രൈസ് ഗോഡ്. വായിച്ചോട്ടെ താഴോട്ട്. അങ്ങനെ തന്നെ നാവും ചെറിയ അവയവം എങ്കിലും, അങ്ങനെ തന്നെ നാവും ചെറിയ അവയവമെങ്കിലും വളരെ വമ്പ് പറയുന്നു, വളരെ വമ്പ് പറയുന്നു. അയച്ചോ. കുറഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു. നാവും ഒരു തീ തന്നെ. അത് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി, അനീതി ലോകമായി ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തുകയും, ജീവചക്രത്തിന് തീ കൊളുത്തുകയും നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. നരകത്താൽ അതിന് തീ പിടിക്കുകയും ചെയ്യുന്നു. 7 വരെ വായിച്ചു. മൃഗം, പക്ഷി, ഇഴജാതി, ജലജന്തു ഈ വകയെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങുന്നു. മൃഗം, പക്ഷി, ഇഴജന്തു ഇതെല്ലാം മനുഷ്യജാതിയോട് മരുങ്ങുന്നു. മരുങ്ങിയും ഇരിക്കുന്നു. നാവിനെയോ മനുഷ്യർക്കാർക്കും മരുക്കാവതല്ല. നാവിനെയോ മനുഷ്യർക്കാർക്കും മരുക്കാവതല്ല. പിന്നെ അത് അടങ്ങാത്ത ദോഷം, അത് അടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. അതിനാൽ നാം കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ഉണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെയായിരിക്കുന്നത് യോഗ്യമല്ല. ഇങ്ങനെയായിരിക്കുന്നത് യോഗ്യമല്ല. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെയായിരിക്കുന്നത് യോഗ്യമല്ല. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. ആമേൻ. ഇങ്ങനെയായിരിക്കുന്നത് യോഗ്യമല്ല, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ഏറ്റവും കൂടുതൽ കായ്ക്കേണ്ട കൊമ്പ് ഏതാണ്? നാക്ക്. തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ പോലെ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ഏത് തകർന്നു കിടക്കുന്നവന്റെ ഹൃദയത്തെയും നീ തക്ക സമയത്ത് ഒറ്റ വാചകം പറഞ്ഞാൽ ആശ്വസിപ്പിക്കാം. നമ്മളെല്ലാവരും വ്യസനിപ്പിക്കുന്ന ആശ്വാസന്മാരാകാനല്ല, ആശ്വസിപ്പിക്കുന്ന യഥാർത്ഥ ആശ്വാസന്മാരാകണം. ആമേൻ. ജീവിതത്തിന്റെ തകർച്ചയിൽ എല്ലാം തകർന്നവരായി, എല്ലാം നഷ്ടപ്പെട്ടവരായി, എല്ലാത്തിന്മേലും പ്രതികൂലങ്ങളാൽ ബാധിക്കപ്പെട്ടവരായി ഒരു മനുഷ്യൻ കിടക്കുമ്പോൾ, ഒരു മനുഷ്യനായിരിക്കുമ്പോൾ നിന്റെ ജോലി നീ ചെന്ന് തളർന്നവരെ ആശ്വസിപ്പിക്കുന്നവനായിരിക്കണം. ഇയ്യോബിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇയ്യോബിന്റെ പുസ്തകം 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ. നീ പലരെയും ഉപദേശിച്ച് തളർന്ന കൈകളെ ശക്തീകരിച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം അങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾക്ക് പറയാനോട് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഓർക്കണം. ഇനി കിട്ടുന്ന അവസരം ഉപയോഗിക്കണം. നിന്റെ വാക്കുകൊണ്ട് മുറിപ്പെടുത്താനല്ല, നിന്റെ വാക്കുകൊണ്ട് ഉള്ള ശക്തി കളയാനല്ല, നിന്റെ വാക്കുകൊണ്ട് തളർന്നിരിക്കുന്ന ചിലരുടെ കൈകളെ ശക്തീകരിക്കണം. അടുത്തത്, വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി. വീഴുന്നവരെ നിന്റെ വാക്ക് താങ്ങി. ഒരു ചെലവും ഇല്ലാട്ടോ. ഒരു വാക്ക് പറയാൻ വല്ല ചെലവുണ്ടോ? ഇല്ല. വീഴുന്നവരെ ഒരു വാക്ക് താങ്ങി. ഞാൻ ചോദിക്കട്ടെ, ഒരു റെക്കമെൻഡേഷൻ പറയാനെങ്കിലും നിന്റെ നാക്ക് ഉപയോഗിക്കാറുണ്ടോ? ഒരാളെക്കുറിച്ചൊരു നല്ലത് പറഞ്ഞ ആ മനുഷ്യനെക്കുറിച്ചൊരു നല്ല ആളില്ലാത്തപ്പം, ഉള്ളപ്പം പറയുന്ന ഒത്തിരിയാണെങ്കിലും എനിക്കറിയാം. ആളില്ലാത്തപ്പം തോമാച്ചനില്ല, ചാക്കോച്ചനോട്
തോമാച്ചനെ കുറിച്ച് ഒരു 2 നല്ല കാര്യം പറഞ്ഞു കൊടുക്കാൻ കഴിയാറുണ്ടോ? അതിന് പകരം ചെയ്യുന്നതിനെന്നറിയാമോ? തോമാച്ചൻ സ്ഥലത്തില്ലെങ്കിൽ അവൻ്റെ ഉള്ളതും ഇല്ലാത്തതും ഒരു 100 കുറ്റം ചാക്കോച്ചൻ്റെ തലയെ കയറ്റിയിട്ടേ കൊച്ചമ്മ വിടത്തുള്ളൂ. ദൈവവചനം പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, നിന്റെ വാക്ക് ചിലരെ താങ്ങുന്നതായിരിക്കണം. ഇന്ന് പല സ്ഥലത്തും ഈ കല്യാണം വന്നു കഴിഞ്ഞാൽ കഴിയുന്നതും ആരെയും അറിയിക്കുകയില്ല. എന്നാ കാര്യം? മുടക്കി കളയുന്നു. പ്രൈസ് ദി ലോർഡ്. അധികമൊന്നും പറയണ്ട, ഒറ്റ സെന്റൻസ് മതി. നീ നടത്തണ്ട, മുടക്കാതിരിക്കാമോ? ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യനെ കുറിച്ച് അയാളുടെ അസാന്നിധ്യത്തിൽ ദോഷം പറയാതെ എന്തെങ്കിലും 2 ഗുണമെങ്കിലും പറയുന്ന സ്വഭാവമുണ്ടോ? ശ്രദ്ധിച്ചോണം. ആള് സ്ഥലത്തില്ലെങ്കിൽ അയാളെക്കുറിച്ച് ഒരുത്തനൊന്ന് പറയും, അപ്പം വേറെ പിന്നെ കഴിഞ്ഞ കൊല്ലം, അയ്യോ അതിൻ്റെ മുമ്പത്തെ കൊല്ലം വേറെ ആള്, ഈ കഴിഞ്ഞ മാസമേ ഞങ്ങൾ കോട്ടയത്ത് പോയപ്പോൾ എന്തൊക്കെ ചരിത്രങ്ങളാണ് പൊങ്ങി വരുന്നറിയാമോ? ഇതിൻ്റെ പേരാണ് പരദൂഷണം, പൗശന്യം. ഇന്ന് പകൽക്കാലം ആരെക്കുറിച്ചെങ്കിലും എവിടെ വച്ചെങ്കിലും കഴിഞ്ഞ കാലത്ത് പരദൂഷണം പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ വന്നത് വന്നു, ഇനി ഞാനത് പറയത്തില്ല. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ഒരു ചെലവുമില്ല ഒരു മനുഷ്യന്റെ നന്മ എടുത്തു കാട്ടുവാൻ. ഒരു നന്മയെങ്കിലും ഇല്ലാത്ത മനുഷ്യനുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും ഒരു നന്മ കാണും ഒരു മനുഷ്യനില്ല. 100 തെറ്റുണ്ടായിരിക്കാം, പക്ഷെ അവൻ ഒരു നന്മയെങ്കിലും കാണും. നീ അത് കണ്ടിട്ട്, അവൻ ആ നല്ല വശം കണ്ടിട്ട് അവനെ ഒന്ന് പരിഗണിച്ച് നോക്കിയേ, അവൻ്റെ ബാക്കി ചീത്ത വശമെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ശരിയാകും. നമ്മളൊരാളെ കുറിച്ച് അയാൾക്ക് ഇന്നൊരു ഗുണമുണ്ടെന്ന് പറഞ്ഞാൽ കിട്ടുന്ന മറുപടി എന്നറിയാമോ? എന്ത് ഗുണമുണ്ടായാലെന്നാ? എന്നാലോചിച്ച് നോക്കി. ഒരാൾക്കൊരു ഗുണമുണ്ടെന്ന് നമ്മൾ പറഞ്ഞ് അങ്ങോട്ട് ചെന്നാൽ പോലും ഇങ്ങോട്ട് പറഞ്ഞ് എന്ത് ഗുണമുണ്ടായാലെന്നാന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഹല്ലേലൂയ. ഒരു കാര്യം മനസ്സിലാക്കണം, അവനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ഞാനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. രണ്ടും മുതൽ മുടക്കിയത് ഒരുത്തനാണ്. അവന് നഷ്ടം വരുവാനിടയാകരുത്. നിന്റെ വാക്കുകൊണ്ട് വരരുത്, നിന്റെ പ്രവൃത്തി കൊണ്ട് വരരുത്. കാരണം രണ്ടിൻ്റെയും ഉടയവൻ ഒരുവനാണ്. ഇന്ന് ഒത്തിരി പേരുടെ പ്രശ്നം എന്താ പറയുക, ഈ ഉടയവൻ ഒരുവനാണെന്ന് മനസ്സിലാക്കാതെ വന്ന വാശി, വൈരാഗ്യം, അടി, ഇടിയൊക്കെ നടക്കും. പക്ഷെ നഷ്ടം വരുന്ന ആർക്കാണ്? മുതൽ മുടക്കിയവനാണ് നഷ്ടം വരുന്നത്. ഒരു ബോധമില്ലാത്തത് കൊണ്ടാണ്. പണ്ട് ഒരു ഗുരുവിന് 2 ശിഷ്യന്മാരുണ്ടായിരുന്നു. ഈ 2 എണ്ണത്തിനും ബുദ്ധി ഇത്തിരി കുറവാണ്. 2ഉം പാമ്പും കീരികളാണ്, എന്തിനും വഴക്കുണ്ടാക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പുറത്ത് കിടന്ന് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നിടത്ത് ഗുരു ഇങ്ങോട്ട് വിളിച്ചു, 2നെയും വിളിച്ചു. 2നെയും വിളിച്ചിട്ട് 2നും ശിക്ഷ അങ്ങോട്ട് കൊടുത്തു. എന്നാണെന്നറിയാമോ? ഗുരു പറഞ്ഞു, എൻ്റെ വലത്തുകാല് കറിയാച്ച നീ തിരുമാൻ പറഞ്ഞു. വലത്തുകാല് കറിയാച്ചന് കൊടുത്തു. ഇടത്തുകാല് തോമാച്ച നീ തിരുമാൻ പറഞ്ഞു. ഇടത്തുകാല് അവനും കൊടുത്തു. എന്നിട്ട് ഗുരു സുഖമായിട്ട് കിടന്നുറങ്ങി. 2ഉം ഇങ്ങനെ തിരുമിക്കൊണ്ടിരിക്കുക. തിരുമിരിക്കുന്നിടയ്ക്ക് കണ്ണുകുട്ടി കാണിച്ചു, പല്ലി കടിച്ച് കാണിച്ചു, ഇതെല്ലാം കൂടെ നടന്നു. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, പ്രൈസ് ദി ലോർഡ്, അവനിട്ടൊരു കുത്തു കൊടുത്തു. അവൻ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു കുത്തു കുത്തി. അപ്പം ഇവൻ അങ്ങോട്ടൊരു ഒറ്റ അടി കൊടുത്തു. ആ അടി ഇവനിട്ട് കൊണ്ടില്ല, ഗുരുവിൻ്റെ കാലയെ കൊണ്ടു. ഉടനെ ചോദിച്ചു, എൻ്റെ ഗുരുവിൻ്റെ കാലിലടിക്കാൻ നീ ആരാന്ന് ചോദിച്ചു. പ്രൈസ്. എന്ത് ചെയ്തറിയാമോ? തിരിച്ചൊരു മരക്കഷ്ണം എടുത്ത് ഗുരുവിൻ്റെ മറ്റേ കാലിനൊരടി. ഇത് ആർക്കാ അടി കൊണ്ടത്? ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്ത മണ്ടന്മാരാണ് പലരും. ഒരു ഗുണമെങ്കിലും കാണാൻ സാധിക്കണം. ഹല്ലേലൂയ. നിന്റെ വാക്ക് തളർന്നവരുടെ കൈകളെ ശക്തീകരിച്ചു. താഴോട്ട് വായിച്ചേ. വീഴുന്നവനെ നിന്റെ വാക്ക് താങ്ങി. വീഴുന്നവരെ നിന്റെ വാക്ക് താങ്ങി. നമ്മളാണെങ്കിൽ ഒന്നുകൂടെ കൊടുക്കും. ഞാനൊരു കാര്യം പറയാം. ജഡീകന്മാരുടെ, അനാത്മീയരുടെ, ശരിയായി രക്ഷിക്കപ്പെടാത്തവരുടെ, ആത്മീയമില്ലാത്തവരുടെ കുഴപ്പമെന്നറിയാമോ? ഒരു മനുഷ്യൻ നേരെ നിൽക്കുന്നിടത്തോളം കാലം ഒന്നും പറയത്തില്ല. പക്ഷെ അയാളെങ്ങാനും വീണെന്ന് കണ്ടാൽ വീണവനെ ഇടിയും തൊഴിയുമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു താഴ്ച വന്നാൽ അവനില്ലാത്ത ദോഷമില്ല. വീഴുന്നവനെ നിന്റെ വാക്ക്
താങ്ങണം. ഈ ഫലം കായ്ക്കുക എന്ന് പറയുമ്പം ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം 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 എന്ന അധരബലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിക്കുന്നവനായതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഈ നാവ് കൊണ്ട് വീഴുന്നവനെ താങ്ങുന്നവനും കൂടെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ നാക്ക് വീഴുന്നവനെ വാക്കുകളാൽ താങ്ങി. അടുത്തത്, കുഴയുന്ന മുഴങ്കാൽ നീ ഉറപ്പിച്ചിരിക്കുന്നു. കുഴയുന്ന മുഴങ്കാല് നീ ഉറപ്പിച്ചിരിക്കുന്നു. ഇനി യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ച ദൈവ സ്തോത്രം, ഹല്ലേലൂയ, ആ 3-ാം അധ്യായത്തിനകത്ത് നിങ്ങൾ സമയമെടുത്ത് വീട്ടിൽ ചെന്ന് വായിക്കണം. വായിച്ചിട്ട് ഹല്ലേലൂയ ഒരു തീരുമാനമെടുക്കണം. കർത്താവേ, എൻ്റെ നാവുകൾ ദൈവനാമ മഹത്വത്തിനായിട്ട് ഞാൻ ഉപയോഗിക്കും. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പീൻ എന്ന് പറയുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഫലമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞു കിഴങ്ങല്ല. കിഴങ്ങ് എവിടെ ഉണ്ടാവുന്നത്? അടിയില, ആരും കാണുകയില്ല. വേരെ പിടി പൊക്കിയെടുത്താലേ കിഴങ്ങ് കാണത്തുള്ളൂ. ഇനി ഒരു കിഴങ്ങെങ്ങാനും കിട്ടിയാലും എത്ര കിഴങ്ങുണ്ടെന്ന് എണ്ണണമെങ്കിൽ പറിച്ചെടുക്കണം. ഫലമാണെങ്കിലോ പുറത്തുനിന്ന് കാണാം. അപ്പോൾ ഈ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിനെന്ന് പറയുമ്പോൾ അത് ഹിഡൻ ആണെന്നാരും വിചാരിക്കരുത്. ഇറ്റ് ഈസ് വിസിബിൾ എന്ന് പറഞ്ഞാൽ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി ഫലം കായ്ക്കുന്നവനാണെങ്കിൽ നാട്ടുകാർക്ക്, കൂട്ടുകാർക്ക്, വീട്ടുകാർക്ക്, സഭക്കാർക്ക് അത് കാണാൻ പറ്റും. കാണണം. ചില പറയാറുണ്ട്, എൻ്റെ പുറകെ എൻ്റെ അകം ശുദ്ധമാണെന്ന് പറയാറുണ്ട്. ആയിക്കോട്ടെ, ശുദ്ധമൊക്കെ ആയിക്കോട്ടെ, പക്ഷേ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം അനുസരിച്ചാണെങ്കിൽ അത് കാണണം. ഫലമാ കാണണം. പ്രൈസ് ദി ലോർഡ്. 2, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുകയാണെങ്കിൽ എത്ര ഫലം അതേ കിടപ്പുണ്ടെന്ന് എണ്ണാൻ പറ്റും. ഇപ്പം ഇവൻ എന്തൊക്കെ ഫലമുണ്ടെന്നുള്ളത് എണ്ണാൻ പറ്റും. വിസിബിളാണ്, കൗണ്ടബിളാണ്. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരു തെങ്ങ് നിറച്ച് തേങ്ങ കിടക്കുക, എൻ്റെ മണ്ട മുഴുവൻ തേങ്ങയാണ്. ഒരു കരിക്ക് വേണമെങ്കിൽ എന്തു ചെയ്യും? 3-ാം കൊലയെ നോക്കും, അല്ലെങ്കിൽ 4-ാം കൊലയെ നോക്കും. പ്രൈസ് ദി ലോർഡ്. തേങ്ങ വേണമെങ്കിൽ എന്തു ചെയ്യും? 1-ാം കൊലയെ നോക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഫലം കായ്ക്കുക എന്ന് പറയുമ്പോൾ ആമേൻ, മൂത്തതുണ്ട്, മൂത്ത് തുടങ്ങിയതുണ്ട്, ഇപ്പൊ പൊട്ടിയതുണ്ട്. ഇതാണ് ക്രിസ്തീയ ജീവിതം. ഒറ്റ ദിവസം കൊണ്ട് എല്ലാം കൂടെ മൂക്കുകയില്ല. മൂത്തതുണ്ട്, കരിക്കുണ്ട്, മച്ചിങ്ങയുണ്ട്, പിന്നെ കൊല വിടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം അറിയാം, ഈ കൊല വെട്ടി മാറ്റിയാലും ഇനി അടുത്ത കൊല വന്നുകൊണ്ടിരിക്കുകയാണ്. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുന്നവൻ ഒരു ദിവസം കൊണ്ട് കാച്ചങ്ങ് നിർത്തുകയില്ല. അവൻ പിന്നെയും 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 കാച്ചുകൊണ്ടിരിക്കും. എല്ലാ നിലവാരങ്ങളിലും കാച്ചുകൊണ്ടിരിക്കും, എല്ലാ ലെവലിലും കാച്ചുകൊണ്ടിരിക്കും. അവന്റെ ഫലം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അത് അനേകർക്ക് പ്രയോജനപ്പെടത്തക്കവണ്ണം കാച്ചുകൊണ്ടിരിക്കും. എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കുക. കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കാം. കർത്താവേ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ എന്നെ സഹായിക്കണമേ. കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവേ, കഴിയാതെ പോയിട്ടുണ്ട്, ക്ഷമിക്കണമേ. ഞങ്ങളോട് മനസ്സലിയണമേ. ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ട് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ച് വിശ്വസ്തരായി ജീവിപ്പാൻ